ജീവന്റെ വചനം കേൾക്കൂ, നാഥന്റെ സ്വരം നീ നുകരൂ, ഹൃദയത്തിൽ ചേർത്തണയ്ക്കൂ. നിത്യജീവന്റെ വചനം, ജീവന്റെ വചനം കേൾക്കൂ, നാഥന്റെ സ്വരം നീ നുകരൂ, ഹൃദയത്തിൽ ചേർത്തണയ്ക്കൂ. നിത്യജീവന്റെ വചനം, കർത്താവിന്റെ വചനം, വിളവു നൽകിടുവാൻ ഹൃദയമം വയലുകളെ ഒഴുകിടൂ ജനമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവന്റെ വചനം കേൾക്കൂ, നാഥന്റെ സ്വരം നീ നുകരൂ, ഹൃദയത്തിൽ ചേർത്തണയ്ക്കൂ. നിത്യജീവന്റെ വചനം. തുടിപ്പോടെ ഹൃദയത്തിൽ ഇടിപ്പോടെ ശ്രവിച്ചിടൂ വചനം. തുടിപ്പോടെ ഹൃദയത്തിൻ ഇടിപ്പോടെ ശ്രവിച്ചിടൂ വചനം. സത്യത്തിൻ വചനം, സ്നേഹത്തിൻ വചനം ആദരവോടെ സ്വീകരിക്കൂ. സത്യത്തിൻ വചനം, സ്നേഹത്തിൻ വചനം ആദരവോടെ സ്വീകരിക്കൂ. കർത്താവിന്റെ വചനം, വിളവു നൽകിടുവാൻ ഹൃദയമം വയലുകളെ ഒഴുകിടൂ ജനമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവന്റെ വചനം കേൾക്കൂ, നാഥന്റെ സ്വരം നീ നുകരൂ, ഹൃദയത്തിൽ ചേർത്തണയ്ക്കൂ. നിത്യജീവന്റെ വചനം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആയുസിന്റെ ഒരു ദിനം കൂടി കർത്താവ് നമുക്കായി നൽകി സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിന്റെ പ്രാകാരങ്ങളിലേക്ക് അടുത്തു വരാം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, സ്വർഗത്തിലൊന്നും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവവചനം നമുക്ക് വിളമ്പി തരുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. പരിശുദ്ധാത്മാവ് ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ഗോഡ്സ് വേർഡ് വിൽ ലാസ്റ്റ് ഫോർ എവർ. ദൈവവചനം എന്നേക്കും നിലനിൽക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 8-ാം വാക്യം. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 40 verse 8. The grass withers, the flower fades, but the word of God will stand forever. The grass withers, the flower fades, but the word of our God will stand forever. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായി കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ നിന്ന് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവവചനം എന്നേക്കും നിലനിൽക്കും. ദൈവവചനം ജീവന്റെ വചനമാകുന്നു. ദൈവകൽപ്പനകളനുസരിച്ച് ജീവിക്കുക എന്നതാണ് ദൈവത്തിന്റെ മക്കളുടെ ധർമ്മം. മാറ്റമില്ലാത്തതാണ് തിരുവചനം. അതെന്നേക്കും എന്നേക്കും നിലനിൽക്കുന്നതുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:35. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 24 verse 35. Heaven and earth will pass away, but my words will not pass away. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ദൈവത്തിൽ വിശ്വസിപ്പാൻ കൂടുതൽ
ശരണപ്പെടുവാനും തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ പുതുക്കുവാൻ തിരുവചനത്തിലൂടെ നമുക്ക് സാധ്യമാകും. അതുമൂലം ജീവിതകാലം മുഴുവൻ അവിടുത്തെ പിന്തുടരുന്നതിന് സഹായിക്കും. നമ്മുടെ അടിസ്ഥാനപരമായ വിധേയത്വം പരിശുദ്ധാത്മാവിനോടായിരിക്കണം. ദൈവവചനത്തിലൂടെ നാം ശക്തി ആർജിക്കുമ്പോഴാണ് പ്രസക്തമായി പ്രവർത്തിക്കുവാൻ നമുക്ക് കരുത്ത് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവമായിരിക്കണം. അതിനായി ഉതകുന്ന ചിന്തകളും ആശയങ്ങളും കൊണ്ട് സംഘർഷപൂരിതമായ മനസ്സിനെ ഒരിക്കലും ഇളകാത്ത ദൈവവചനമാകുന്ന പാറമേൽ പണിതുയർത്തണം. അപ്പോൾ ദൈവകൃപ നമ്മുടെ മേൽ വർഷിക്കും. തിരുവചന ധ്യാനം, വായന നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമെന്ന് ഓർക്കുക. അത് നാം ശീലിക്കണം. ദൈവത്തിന്റെ വചനം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ലോട്ടറി അടിച്ചവനല്ല ഭാഗ്യവാൻ. കോടിക്കണക്കിന് ആസ്തിയുള്ളവനല്ല ഭാഗ്യവാൻ. വളരെ വ്യക്തമാണ്. വചനം നമ്മളെ നോക്കി പറയുകയാണ്, ദൈവത്തിന്റെ വചനം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആ തലത്തിൽ ഒരു ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ? ദൈവ പൈതലായി നമുക്ക് ജീവിക്കാം. ദൈവത്തെ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയനായ കർത്താവേ, തിരുവചനത്തിൽ കൂടി അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. തിരുവചനം അനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ നിന്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. ഇന്ന് വചനം കേട്ട് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ അനുസരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കും. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവവചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കുന്ന കൂട്ടായ്മകളായി മാറുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. അവിടെ തന്നിരിക്കുന്ന അധികാരത്തോടെ അടിയങ്ങൾ ഐക്യമത്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടൊരു രാജ്യമായി മാറട്ടെ. അകത്തുനിന്നും പുറത്തുനിന്നും ഇന്ത്യയെ തകർക്കാൻ നോക്കുന്ന സകല അന്ധകാര പോരാട്ട ശക്തികൾ ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശേഷാൽ കർണാടകത്തെയും തമിഴ്നാടിനെയും കേരളത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാനാഭാഗത്തും സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ലോകത്തിന്റെ നാനാഭാഗത്തും മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുന്ന നിന്റെ ദാസന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കുന്ന പാദം എത്ര മനോഹരം. അതേ കർത്താവേ, സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ തിരുവചനമാണല്ലോ സത്യം. ആ സത്യത്താൽ അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് അടിയങ്ങളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ അവിടുന്ന് സൗഖ്യദായകനായ കർത്താവാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു വിരിക്കുന്നതിനായി സ്തോത്രം. അപ്പ ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ പൊൻകരം നീട്ടി നിന്റെ മക്കളെ സ്പർശിക്കണമേ. ആ രോഗം പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. അപ്പ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കാലഘട്ടത്തിൻ്റെതായ സകല ദുഷ്ടശക്തികളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഓരോ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്കൂളിലും കോളേജിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സകല അന്ധകാര പോരാട്ട ശക്തികളുടെ പ്രവർത്തനങ്ങളെ എൻ്റെ കർത്താവിൻ്റെ അധികാരത്തോടെ ശാസിക്കുന്നു. ആ മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിനും അതുപോലുള്ള ആസക്തികൾക്കും അടിമകളായി വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയ രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് അവരോട് കരുണ തോന്നണമേ, അലിവ് തോന്നണമേ. അവർ പൂർണ്ണമായി നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പ അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി കർത്താവേ. ബിസിനസിന്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഓരോ പ്രവൃത്തിയിലും ഹൃദാർത്ഥരായി സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്ന് ദിനത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. നിന്റെ മക്കളായ ഞങ്ങളെ അവിടുന്ന് ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആകാശവും
ഭൂമിയും നിറഞ്ഞു നിൽക്കും തിരുവചനം. ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കും തിരുവചനം. ജ്ഞാനവും വിജ്ഞാനവും പകർന്നു നൽകും വചനം. ജ്ഞാനവും വിജ്ഞാനവും പകർന്നു നൽകും വചനം. ജീവന്റെ വചനം കേൾക്കൂ, നാഥന്റെ സ്വരം നീ നുകരൂ, ഹൃദയത്തിൽ ചേർത്തണയ്ക്കൂ. നിത്യജീവന്റെ വചനം, ജീവന്റെ വചനം കേൾക്കൂ, നാഥന്റെ സ്വരം നീ നുകരൂ, ഹൃദയത്തിൽ ചേർത്തണയ്ക്കൂ. നിത്യജീവന്റെ വചനം, കർത്താവിന്റെ വചനം വിളവു നൽകിടുവാൻ ഹൃദയമം വയലുകളെ ഒഴുകിടു ജനമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.